ഊട്ടിയിലെ ഒരു പ്രധാന ടൂറിസ്റ്റ് കേന്ദ്രമായ ബൊട്ടാണിക്കൽ ഗാർഡന് മുന്നിലാണ് ഞങ്ങളിപ്പോൾ ഉള്ളത്. നമ്മൾ ഊട്ടിയിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് വളരെ വേഗത്തിൽ എത്തിപ്പെടാൻ പറ്റിയ ഒരു സ്ഥലമാണ് ബൊട്ടാണിക്കൽ ഗാർഡൻ. രാവിലെ 7 മണി മുതൽ വൈകിട്ട് 6:30 വരെയാണ് ഇവിടെ ടൂറിസ്റ്റുകളെ അകത്തേക്ക് കയറ്റി വിടുന്നത്. ഒരാൾക്ക് വരുന്ന ടിക്കറ്റ് ചാർജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുതിർന്നവർക്ക് 100 രൂപയും കുട്ടികൾക്ക് 50 രൂപയാണ്. ഞങ്ങളങ്ങനെ ടിക്കറ്റ് എല്ലാം എടുത്ത് അകത്തേക്ക് കയറി. നമ്മളിങ്ങനെ അകത്തേക്ക് കയറി വരുമ്പോഴേക്ക് തന്നെ ഒരു ബോർഡ് കാണാം. ഇതിനുള്ളിൽ അവർ ഏതൊക്കെ രീതിയിലാണ് ഗാർഡൻ സെറ്റ് ചെയ്തിരിക്കുന്നത് എന്ന് വരുന്നവർക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. ഈ ബോർഡ് കാണുമ്പോഴേക്ക് തന്നെ നമുക്ക് ഇനി ഇതിനകത്ത് എന്തൊക്കെയാണ് കാണാനുള്ളത് എന്നതിനെ കുറിച്ച് ആദ്യം തന്നെ നമുക്കൊരു ഐഡിയ കിട്ടും. അതിനനുസരിച്ച് നമുക്ക് നടന്ന് ഇതിനകത്തുള്ള ഒരു കാഴ്ചകളൊക്കെ നമുക്ക് കാണാൻ കഴിയും. തമിഴ്നാട്ടിലെ ഏറ്റവും കൂടുതൽ ആളുകൾ വിസിറ്റ് ചെയ്യുന്ന ഒരു സ്ഥലമാണ് ഊട്ടിയിലെ ബൊട്ടാണിക്കൽ ഗാർഡൻ. പ്രത്യേകിച്ച് സീസൺ ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഏത് സമയവും ഇവിടെ അത്യാവശ്യം നല്ല തിരക്കായിരിക്കും. 55 ഏക്കറിലായിട്ടാണ് ഇവർ ഈ ഗാർഡൻ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഏറ്റവും കൂടുതൽ ആളുകൾ എത്തുന്നതെന്ന് പറഞ്ഞാൽ ഇവിടെ വർഷത്തിൽ നടത്തുന്ന ഫ്ലവർ ഷോ കാണാൻ വേണ്ടിയാണ്. ആ സമയത്തെന്ന് പറഞ്ഞാൽ ഇവിടെ വളരെയധികം തിരക്കായിരിക്കും. ഇന്ത്യയിൽ തന്നെ വളരെ വിരളമായിട്ട് കാണപ്പെടുന്ന പല ചെടികളും നമുക്ക് ഈ ബൊട്ടാണിക്കൽ ഗാർഡനിൽ കാണാൻ കഴിയും എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത. നല്ല രീതിയിൽ സംരക്ഷിച്ച് അതിമനോഹരമായിട്ടാണ് ഇവിടുത്തെ ചെടികളെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇതിന്റെ ഇതാണ് ഇതിനുള്ളിലെ ഗ്ലാസ് ഹൗസ്. ശരിക്കും ഇതിനകത്ത് ചെടികളുടെ ഒരു കൂമ്പാരം തന്നെയാണെന്ന് പറയാം. അത്രത്തോളം ചെടികൾ വളരെ ചിട്ടയായിട്ടുള്ള രീതിയിൽ വരുന്ന ആ ടൂറിസ്റ്റുകൾക്ക് ഒരു കണ്ണിന് കുളിർമ നൽകുന്ന രീതിയിലൊക്കെയാണ് അവർ ഇതിനകത്ത് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഒരുപാട് വെറൈറ്റി ചെടികൾ നമുക്ക് ഇതിനകത്ത് കാണാൻ കഴിയും. വളരെ ശാന്തമായിട്ടുള്ള ഒരു അന്തരീക്ഷവും പലതരത്തിലുള്ള ചെടികളും പൂക്കളും അതുപോലെ തന്നെ ഔഷധ സസ്യങ്ങളും ഇവിടുത്തെ ഈ കാലാവസ്ഥയും ഈ കാണുന്ന പച്ചപ്പൊക്കെയാണ് ഇവിടുത്തെയൊക്കെ ഏറ്റവും കൂടുതൽ ആളുകളെ ആകർഷിക്കുന്നത്. ഇവിടെ എത്തുന്ന പലരും മണിക്കൂറുകളോളം ഇവിടെ ചെലവഴിച്ചിട്ടാണ് തിരികെ മടങ്ങാറ്. കാരണം നമ്മൾ ഇതിനകത്ത് എത്ര സമയം ചെലവഴിച്ചാലും നമുക്കൊരു മടുപ്പ് തോന്നാറില്ല. ചെടികളോടും പൂക്കളോടും ഒക്കെ ക്രേസ് ഉള്ളവരാണ് ഇവിടെ വരുന്നതെന്നുണ്ടെങ്കിൽ അവർക്ക് ഒരു ദിവസം തന്നെ മതിയാവില്ല. അത്രത്തോളം ചെടികൾ വെച്ചിട്ട് ഒരു ഇന്ത്യയുടെ ഒരു ഭൂപടം തയ്യാറാക്കിയിരിക്കുകയാണ് ഈ ഭാഗത്ത്. എത്ര മനോഹരം! ഈ കാണുന്നത് ഗാർഡൻ അകത്തുള്ള ഒരു ഔട്ട്ലെറ്റ് ആണ് തേയിലയുടെ. അത്യാവശ്യം വിലക്കുറവുണ്ടെന്ന് തോന്നുന്നു തേയിലക്ക്.
ഗാർഡന് പുറത്ത് നിരവധി കടകളുണ്ട്. ഒരു ഷോപ്പിംഗ് നോറ്റ് ഒരു ഏരിയ തന്നെയാണ് ഈ ഗാർഡന് പുറത്ത്. ഒരുപാട് കടകളുണ്ട്. പല ഐറ്റംസുകൾ വിൽക്കുന്ന നിരവധി കടകളുണ്ട്. അപ്പൊ ഇവിടുത്തെ കാഴ്ചകളൊക്കെ വളരെ വേഗം നടന്നു കണ്ട് ഞങ്ങൾ തിരികെ മടങ്ങുകയാണ്. ഒരുപാട് സമയം ഇവിടെ ചെലവഴിക്കാൻ പറ്റില്ല, കാരണം 5 മണിയോടെ ആയിട്ടുണ്ട് സമയം. ഇവിടുന്ന് മഞ്ചൂര് വഴി മുള്ളി ചെക്ക് പോസ്റ്റ് താണ്ടി ആനക്കട്ടിയിലേക്കാണ് പോകുന്നത്. മുള്ളി ചെക്ക് പോസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ 7 മണിയാകുമ്പോൾ ക്ലോസ് ചെയ്യും. അതിനു മുമ്പ് ആ ചെക്ക് പോസ്റ്റ് താണ്ടണം. ഇന്നലെ മസനഗുഡിയിലാണ് സ്റ്റേ ചെയ്തത്. മസനഗുഡിയിൽ നിന്ന് അത് രാവിലെ ഇറങ്ങിയതാണ്. പക്ഷെ കാഴ്ചകളൊക്കെ കണ്ട് ഊട്ടിയിലെത്തിയപ്പോഴേക്ക് നേരം കുറെ വൈകി. നിങ്ങൾ ഊട്ടിയിലേക്കൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ബൊട്ടാണിക്കൽ ഗാർഡനിലേക്കൊക്കെ വരിക. പ്രത്യേകിച്ച് ചെടികളോടും പൂക്കളോടൊക്കെ ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ അത് നല്ലൊരു എക്സ്പീരിയൻസ് തന്നെ ആയിരിക്കും. അപ്പം വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.